വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി പറയുന്ന തെരഞ്ഞെടുപ്പാണിതെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. മലപ്പുറത്ത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വിജയം ഇത്തവണയും ആവർത്തിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മലപ്പുറം MSP LP സ്കൂളിൽ 147 നമ്പർ ബൂത്തിലാണ് AP അനിൽകുമാർ തന്റെ വോട്ട് രേഖപ്പെടുത്തിയത്. വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. 10 വർഷമായിട്ട് ഉള്ള ഈ ഭരണത്തിന് അവസാനം കുറിക്കാനുള്ള ജനങ്ങളുടെ കുറെ നാളത്തെ ആഗ്രഹത്തിന്റെ സബലീകരണമാണ് ഇത്. ഈ ഭരണം അവസാനിച്ചേ മതിയാകൂ എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് കേരളത്തിലെ UDF മാത്രമല്ല, LDFും ഇന്ന് UDFന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ദിവസമാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം അത് ഈ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കും. ഈ പാലക്കാട് ഈ പൈസ വിതരണം ചെയ്യുന്ന BJP സ്ഥാനാർത്ഥിയായിട്ട് ബന്ധപ്പെട്ട് പരാതി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കിറ്റ് വിതരണം, ഇതൊക്കെ എങ്ങനെ ബാധിക്കും? എല്ലാ രീതിയിലും രണ്ട് ഗവൺമെന്റുകളും, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റും ഒരുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ ലക്ഷ്യത്തോടു കൂടി കേരളത്തിൽ ഒരു കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വരാതിരിക്കാൻ BJPയും CPMും ഒരുമിച്ച് നീങ്ങിയ തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അതിനെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ നേരിടും. ഏത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും അതിജീവിച്ചുകൊണ്ടുള്ള വിജയമായിരിക്കും, UDFന് അനുകൂലമായ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നാണ് കഴിഞ്ഞ ദിവസം പോലും മുഖ്യമന്ത്രി പറയുന്നത്. അത് നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനിൽ കണ്ടു, അതിന് മുമ്പ് പാർലമെന്റ് ഇലക്ഷനിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം 3 മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ. 3 മാസം കൊണ്ട് ഭരണവിരുദ്ധ ഒരു വികാരം മാറാനുള്ള ഏത് സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? അത് കൂടിയിട്ടുള്ളൂ. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ അത് കൂടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിന് മറുപടി നൽകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും തെരഞ്ഞെടുപ്പ്. മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ വലിയ പങ്കാളിത്തം UDFന് അനുകൂലമാകുമെന്നാണ് മുന്നണിയുടെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം.